ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സേമിയ കസ്റ്റാർഡിൻ്റെ റെസിപ്പി കാണാം. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 100 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ വറുത്ത സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് സേമിയയില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. നിങ്ങളിപ്പോൾ വറുക്കാത്ത സേമിയയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളൂ. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സേമിയ വേവിച്ചെടുക്കണം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് സേമിയ വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനും വേണ്ടി 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്ത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് ചേർക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്ന് കുറുകി വരുന്നേരം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആപ്പിള്, മുന്തിരി, പഴം, മാതള നാരങ്ങ, ബ്ലൂബെറി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് കട്ടിപ്പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് നട്ട്സ് കട്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതല്ല അത്ര തണുവ് വേണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ 2 ബൗളിലേക്കാണ് സെർവ് ചെയ്യുന്നത്. അവസാനം ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു ഡിസേർട്ടാണ്. അപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഡെസേർട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.